എല്ലാരും കൂടി കൊല്ലാൻ നോക്കുന്നു. തുള്ളു നാളെ യൂട്യൂബിലിടാം. നല്ല തുള്ളു നല്ല. അരെ വാ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഷാജിദ ഷാജി, ജസ്റ്റിസ് ഫോർ ഷാജിദ ഷാജി. എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ ആ ഒരു ഹാഷ്ടാഗ് ക്രിയേറ്റ് ചെയ്യൂ. നമ്മുടെ ഷാജിദ ഷാജി പൊട്ടി കരയുകയാണ് സുഹൃത്തുക്കളെ. ജസ്റ്റിസ് കൊടുക്കണം, കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ഷാജിദ കൊച്ച് കടന്നു പോകുന്ന സുഹൃത്തുക്കളെ. ആരും മറക്കരുത്, ആരും മറക്കാൻ പാടില്ല. ഷാജിദയെ ഞാൻ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. 5 മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷാജിദയെ പറ്റി ചെയ്ത സമയത്ത് ഞാൻ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു ഷാജിദ ഷെഡ്ഡി വീഡിയോയുമായിട്ട് മിക്കവാറും എത്തുമെന്നുള്ളൊരു കാര്യം. അതിന്റെ റീസൺ ഷാജിദ ആയതുകൊണ്ട് ഷെഡ്ഡി വീഡിയോ ഇല്ല, അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അതുമായിട്ട് തന്നെ എത്തും. അതും സ്വന്തം ഉമ്മാന്റെ ഷെഡ്ഡി വീഡിയോ, അതുമായിട്ട് തന്നെയാണ് ഇന്ന് ഷാജിദ വന്നിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ആ ഉമ്മാടെ അവസ്ഥ. നൊന്തു പ്രസവിച്ച് വളർത്തി വിട്ട മകൾ. ഓക്കെ, എല്ലാ അമ്മമാരും ഇവിടെ ലോക നന്മമാരുമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ചില അമ്മമാര് മക്കളെ പ്രസവിച്ച് വളർത്തിയാൽ നേരെ നോക്കത്തില്ല, പക്ഷപാതങ്ങൾ കാണിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ വീട്ടിൽ എന്റെ അമ്മ 2 മക്കളെ ഒരുപോലെയാണ് കാണുന്നത്. ഉറപ്പായിട്ടും 100% കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പക്ഷപാതമില്ല. തെറിവിളിയാണെങ്കിൽ 2നും കിട്ടും, സ്നേഹമാണെങ്കിലും 2നും കിട്ടും, ആഹാരമാണെങ്കിലും 2നും കിട്ടും. അവിടെ നമുക്ക് പക്ഷഭേദമൊന്നുമില്ല. എന്നാൽ എല്ലാ വീടുകളിലും ഇതുപോലെ ആവണമെന്നില്ല. ചില വീട്ടിൽ മൂത്ത മകന് സ്നേഹം കൂടുതലായിരിക്കും, ഇളയ മകനോട് സ്നേഹം കൂടുതലായിരിക്കും, മൂത്ത മകളോട് സ്നേഹം കൂടുതലായിരിക്കും, ഇളയ മകളോട് സ്നേഹം കൂടുതലായിരിക്കും. ചില വീടുകളിൽ 2 മക്കളോട് സ്നേഹം കാണത്തില്ല. അങ്ങനെയൊക്കെ പല രീതിയിലാണ്, പല സ്റ്റൈലിലാണ്, പല ഷേപ്പിലാണ് ഓരോ അമ്മമാരും മക്കളെ കാണുന്നത്. ഇതിന് സ്വന്തം മക്കളെ വരെ കൊന്നു തള്ളിയ അമ്മമാർ വരെ ഉണ്ട്. അതുകൊണ്ട് ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ പല രീതിയിലുള്ള കഥകൾ കാണാം. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ഉമ്മാന്റെ ഡാൻസ് റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിച്ച് ആ ഉമ്മാനെ നാട്ടിച്ച മോള്, നീ എല്ലാം ഒരു മോള്. ഇതിന് മാത്രം എന്തു ക്രൂരതയാണ് അവര് നിന്നോട് ചെയ്തതെന്ന് നീ വ്യക്തമാക്കണം. പ്രത്യേകിച്ച് നിനക്ക് നിന്റെ വീടും കൂടും കുടിയൊക്കെ ഉണ്ട്. എന്നിട്ട് നീ അവിടെ പോയി ഇടിച്ചു കയറി അവരെ വായിരിക്കുന്നതും കേട്ടും കൊണ്ട് അവിടെ കിടന്ന് കുളം തോണ്ടി ഒരു യൂട്യൂബ് കണ്ടന്റ് ഉണ്ടാക്കി. അവർക്ക് പൈസയും പിടിപാടും ഉള്ളതുകൊണ്ടാണ് പോലീസുകാർ അവരെ പക്ഷത്ത് നിൽക്കുന്നതെന്നാണ് നീ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ഉള്ള പൈസ പോലും അവരെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂട്യൂബിന് നീ ഉണ്ടാക്കുന്ന വരുമാനം പോലും അവരിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല, വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. എന്തായാലും സമയം വച്ച് കളയണ്ട, നമുക്ക് ലുങ്കി ഡാൻസിലോട്ട് പോവാം. ഞാൻ കാണട്ടെ വെട്ടണത്. വെട്ട് 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 വെട്ട്. മടാൾ എന്തിനാ കൊടുന്ന് വെച്ചിരിക്കണേ? തലക്കാമത്ത് എന്നെ മക്കളെ കൊല്ലാനാ, വെട്ടി കൊല്ലാനാ? എന്നാ വെട്ട് വെട്ട്, ഇപ്പൊ വെട്ട്. ധൈര്യമുള്ള പെണ്ണാണ്, ഇപ്പൊ വെട്ട്, ഇപ്പൊ വെട്ട്. ആരാണ് മടാൾ കൊടുന്ന് വെച്ചിരിക്കണേ? ആരാ മടാൾ കൊടുന്ന് വെച്ചിരിക്കണേ? ആരാ മടാൾ കൊടുന്ന് വെച്ച്? വെട്ട് 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 വെട്ട്. നാളെ യൂട്യൂബിലിടാം. നല്ല തുള്ളു നല്ല. എന്ത് രസം. സത്യം പറഞ്ഞാൽ ചിരി വരണം. ഉള്ള കാര്യം പറയല്ലോ, എനിക്ക് ചിരിയാണ് വന്ന. ഒരു കുടുംബ പ്രശ്നം കണ്ടിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. വെട്ട് വെട്ട് വെട്ടെന്ന് പറയുന്നുണ്ട്, കത്തിയെടുത്ത് വെട്ടാനായിരിക്കും. ഞാനും ഒരു നിമിഷം ആലോചിച്ചിരുന്നു, ഒന്ന് വെട്ടിയാൽ മതിയായിരുന്നു. കാരണം അമ്മാതിരി അപരാധങ്ങളാണ് കാണിക്കുന്നത്. ഷാജിദയുടെ ഒരു പവർ കേട്ടോ, തനി കച്ചറ സംസാരം. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി. വെട്ട് 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 വെട്ട്. എന്തോന്ന് വാഴക്കൊല വെട്ടാ പറയുന്നത്? എന്ത് വേട ഇത്? എന്തായാലും സ്വന്തം ഉമ്മാന്റെ ഡാൻസ് എടുത്തിട്ടല്ല, നീ ചെഡ്ഡി ഡാൻസ് എന്നല്ലേ പറഞ്ഞു. അവര് മര്യാദക്ക് സാരി കൊടുത്തോണ്ടല്ലേ നിൽക്കുന്നത്. എന്തു വേടി നീ തള്ളി മറിച്ച് ചെഡ്ഡി ഡാൻസ് പോലെ എന്നാണ് പറഞ്ഞത്. അവര് മര്യാദക്ക് സാരി കൊടുത്തോണ്ടെന്നാണ് ഡാൻസ് കളിച്ചത്. ഇങ്ങനെ ഒരു മോളുണ്ടായാൽ മതി, എല്ലാത്തുള്ള മരം ഗതികേട്. ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഉമ്മാനെ ന്യായീകരിച്ചൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ അവക്ക് കുറച്ച് ബോധം വേണം. ആർക്ക്? ഷാജിദയ്ക്ക്. സ്വന്തം ഉമ്മയാണ്, നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, വീട്ടിന്റെ അകത്ത് നടക്കുന്നതാണ്. പറഞ്ഞു തീർക്കുക വെട്ടി തീർക്കുക എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും. പകരം വന്നിട്ട് നാട്ടുകാരെ കാണിച്ചും കൊണ്ട് വീഡിയോ എടുത്തിട്ട് കുളം തോണ്ടുകയാണ്. പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഷാജിദയ്ക്ക് ഇപ്പൊ റീച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടക്കാലത്ത്, അന്നത്തെ കോൺട്രവേഴ്സിക്ക് ശേഷം. അപ്പൊ പുതിയൊരു വിഷയം ഉണ്ടാക്കി, വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവിടെ നിന്ന് കയറി വരാൻ നോക്കുന്ന, അതുവഴി 10 പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അവിടെ കരിവാരി തേക്കപ്പെട്ട സ്വന്തം ഉമ്മയാണെന്നുള്ളൊരു കാര്യം ഷാജിദ മറന്നു പോകുന്നു. അല്ല, ഒന്നാം തരം ഫാമിലി ഇതിനൊക്കെ തന്നെ ആയിരിക്കണം. കുടുംബം കുറയരുത്. കാരണം ഇവിടെ മൊത്തം കൂടുതലേ ഉള്ളൂ അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷാജിദ ഇനി കരഞ്ഞും കൊണ്ടൊരു വീഡിയോ നമുക്ക് കാണാം.
എല്ലാരും കൂടി കൊല്ലാൻ നോക്കുന്നു. കംപ്ലൈന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്, സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു നടപടി എടുത്തിട്ടില്ല. FIR ഫയൽ ചെയ്തിട്ടുണ്ട്, ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. കേസ് അവര് കേസെടുത്താലും പാവങ്ങളുടെ കൂടെ നിൽക്കില്ലല്ലോ, പണമുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കും. അത് ശരിയാ, കേസ് എടുത്ത് കഴിഞ്ഞാൽ പാവങ്ങളോടെ നിൽക്കില്ല, പണമുള്ള ആളുകളെ കൂടെ നിൽക്കത്തുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മാനെക്കാളും പണം ഷാജിദയ്ക്കാണ് ഉള്ളത്, യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനമൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് മിക്കവാറും ഷാജിദയുടെ കൂടെ തന്നെ ആയിരിക്കും നിൽക്കാൻ സാധ്യത. എങ്ങനെ ഇരിക്കുന്നു? അവരെ കണ്ടിട്ട് പണമുള്ള ടീമെന്നല്ലേ. അവരെ അവിടെ എന്തൊക്കെ കഞ്ഞിച്ചട്ടിയും പറക്കി വെച്ച് 2 ബെഡ് വിട്ട് അവരെങ്ങനെയൊക്കെ തട്ടിമുട്ടി ഒരു വീട്ടിൽ കിടന്ന് പോകുന്നു. അവരേലാണ് പണം. കൊള്ളാം, പണമുള്ളവരെ കൂടെ വല്ല നിൽക്കുന്നത്. കരഞ്ഞ് അണിച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കരച്ചിലൊക്കെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. ഒരു സമയത്ത് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തതിൽ ഖേദിക്കുന്നു, സത്യമുള്ള കാര്യം പറയാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായപ്പോൾ വലിച്ചിലൊട്ടിച്ചായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നു. കരഞ്ഞ് കാണിച്ചാൽ വിശ്വസിക്കത്തില്ല. കാരണം അന്ന് ഭർത്താവിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കരഞ്ഞായിരുന്നു. കരഞ്ഞാണ് ആ കണ്ണീര്, ആ കള്ള കണ്ണുനീരിൽ നാട്ടുകാർ മൊത്തം വീണത്. പിന്നെ ഷറഫുദ്ദീൻ വരുന്നു, സൈഫ് അലി വരുന്നു, ആസിഫ് അലി വരുന്നു, ആരൊക്കെയോ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ അലിമാര് ആരൊക്കെയോ വന്നു, എനിക്ക് അറിഞ്ഞൂടാ ആരൊക്കെ വന്നു പോയെന്നൊന്നും. അങ്ങനെയൊക്കെ ഒരു കഥ. നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. എന്റെ ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്റെ അല്ലാത്തോണ്ട് എന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. എൻ്റെ ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ വന്നിരുന്ന അപരാധം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വിളമ്പത്തുമില്ലായിരുന്നു. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കുമായിരുന്നു എൻ്റെ ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ. ഇതിപ്പോൾ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു നിമിഷം ആ ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ആലോചിച്ചു പോയി. കാരണം ഇതൊന്നും കാണേണ്ടിയും സഹിക്കേണ്ടിയും വരില്ലായിരുന്നില്ല. ഇതിപ്പോൾ കാണേണ്ടിയും സഹിക്കേണ്ടിയും ഗതികേടല്ലേ നമുക്ക് വന്നിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള ആൾക്കാർക്ക്. എൻ്റെ ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ ആ സഹതാപ കണ്ണുനീരാദ്യം നിർത്ത്. അന്ന് ഇക്കാന്റെ പേരും പറഞ്ഞാണ് കുറേ സഹതാപം പിടിച്ചു പറ്റി അവസാനം തനി കൊണം പുറത്ത് കാണിച്ചത്. ആ ഇക്കാന്റെ പേരും പറഞ്ഞ് ഇക്കാന്റെ കുടുംബത്തിനെ മൊത്തം നാട്ടിച്ച് നാറാണത്താക്കി സൈബർ അറ്റാക്കിന് സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് നാട്ടിച്ചു വിട്ട്. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഘട്ടം കഴിഞ്ഞ് റീച്ചൊക്കെ കുറഞ്ഞപ്പോ സ്വന്തം ഉമ്മാനെ കരിവാരി അടിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് കളത്തിലേക്ക്. അത് 2 ആളും കൂടി കയറി എന്റെ കഴുത്തിൽ ഇന്ന് എനിക്കറിയില്ലായിരുന്നു കഴുത്തിൽ കയറി പിടിച്ച എന്റെ സംഭവം. ഞാൻ വിചാരിച്ചു വെള്ളം കുടിച്ചിട്ടൊക്കെ എന്റെ സൗണ്ട് മാറി കൊണ്ട് വരെയിരിക്കുന്നു. ഇന്ന് ഞാൻ ഡോക്ടറെ പോയി ടെസ്റ്റ് ചെയ്തു. ഉള്ളിൽ ടെസ്റ്റ് ചെയ്തപ്പോ ഈ സർജറിന്റെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ സൗണ്ടിന്റെ ആ സംഭവം ഉണ്ടല്ലോ, അവിടെ 2 ഭാഗത്ത് നീര് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു നല്ല റെസ്റ്റ് എടുത്തില്ല പറഞ്ഞു, അടുത്ത സർജറി ചെയ്യേണ്ടി വരും ഷാജി, സൗണ്ടിന്റെ പ്രശ്നമായിരിക്കും, നീ കേസ് കൊടുത്തില്ല എന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ വെച്ചു. ഞാൻ പറഞ്ഞു കേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, കേസൊന്നും എടുത്തിട്ടില്ല അവര്. അവന്റെ ഉപ്പല്ല എന്നെ നോക്കണം. ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്റെ മക്കളെ വളർത്തിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ സൗണ്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ സൗണ്ടാണ് അവൻ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളിന് എന്തെങ്കിലും അവര് ഇപ്പൊ ഇത്രയും ഞാൻ ക്ഷമിച്ച് അനുഭവിച്ച് നിക്കണത്. തള്ളതിന് ഫുൾ സപ്പോർട്ടാണ്. എന്നെ തല്ലുമ്പോഴോ എന്റെ കഴുത്ത് കയറി പിടിക്കുമ്പോഴോ ഒക്കെ കയറി നോക്കി നിക്കണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് എന്റെ ആ സൗണ്ടിന്റെ സംഭവം ഇനി നല്ല ക്ലിയർ ആയിട്ട് സൗണ്ട് കിട്ടണമെങ്കിൽ എനിക്ക് അടുത്ത സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു. ഫുള്ള് റെസ്റ്റ് എടുക്കണം, ഫുൾ വോയിസ് റെസ്റ്റ് വേണം ഷാജി എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ അല്ലേ കാണിച്ച് ജൂബിലിയിൽ, തൃശ്ശൂർ ജൂബിലിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പൊ വൈകുന്നേരമാണ് പോയി ടെസ്റ്റ് ചെയ്തത്. എനിക്കിങ്ങനെ സൗണ്ട് മാറി വരും, എന്റെ സൗണ്ടേ വരുന്നില്ല. അപ്പൊ ഞാൻ എന്താണാവോ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഷാജി അന്ന് പ്രശ്നം കഴിഞ്ഞല്ലേ, നിന്റെ കഴുത്ത് കയറി പിടിച്ചതല്ലേ, നിനക്ക് അതിലെന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാവും, നീ ഒന്ന് പോയി ഡോക്ടറെ കാണിക്കുന്നു. അങ്ങനെ അവരുടെ കൂട്ടം കേട്ടിട്ട് ഞാൻ ഇന്ന് ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് സർജറി കഴിഞ്ഞിട്ട് ഉള്ളൊന്നും ഉണങ്ങിയിട്ടില്ല, ഈ ഭാഗം ഒന്നും ഉണങ്ങിയിട്ടില്ല, എനിക്ക് ഈ ഭാഗത്തൊക്കെ വേദന ഉണ്ട്, എൻ്റെ ഈ സൗണ്ടിന്റെ 2 സൈഡ് നീര് വന്നിരിക്കണം. ഞാൻ ഡോക്ടർക്ക് പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ മക്കളെ നോക്കണത്. എൻ്റെ സൗണ്ട് ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് സൗണ്ട് വേണം എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു നീ എന്തായാലും റെസ്റ്റ് എടുക്കണം മോളെ, റെസ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സൗണ്ട് ഫുള്ളായിട്ട്. അങ്ങനെ കഴുത്തിക്കരയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മോശമാണ്, അതിനെതിരെ തക്കതായ നടപടി എടുക്കണം. പിന്നെ ഷാജിദയാണ് ഇത് പറയുന്നത്, അതുകൊണ്ട് നമുക്ക് തീർത്തും വിശ്വസിക്കാൻ പറ്റത്തില്ല. എവിഡൻസ് ഇല്ലാതെ ഷാജിദയുടെ കേസൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എൻ്റെ റീസൺ ഞാൻ പറയാമെന്ന് നിങ്ങൾക്കറിയാം. പണ്ടൊരിക്കൽ ഇതുപോലെ ഇവർ വന്നിരുന്ന് കരഞ്ഞു കാണിച്ച് അവസാനം ആ സഹതാപത്തിൽ വീഴുന്ന് അവസാനം നമ്മളെല്ലാം നാറി ആ ഒരു റിഗ്രറ്റ് ഫീൽ ഇതുവരെ എനിക്ക് മാറിയിട്ടുമില്ല. അതുകൊണ്ട് ഷാജിദ പറയുന്നതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല. കണ്ണുനീര് കണ്ടു കഴിഞ്ഞാലും നമുക്കങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല.
അതാണ് അവസ്ഥ. എന്തായാലും സ്വന്തം ഉമ്മാനെ എയറിലാക്കിയ മകൾ. അടിപൊളി, നല്ല കുടുംബം, നല്ല അടിപൊളി കുടുംബം. എല്ലാ വീടുകളിലും പ്രശ്നമുണ്ടേ. ആ പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരെ കാണിക്കാമെന്ന് കഴിഞ്ഞാൽ നാറ്റം. എനിക്ക് അതിൻ്റെ അപ്പുറം ഇതിലൊന്നും പറയാനില്ല. ഇങ്ങനെ ഒരു മകളൊക്കെ ഉണ്ടായതിൽ ചിലപ്പോൾ അവന്മാർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും ഒരു പക്ഷേ, അല്ലേ? അങ്ങനത്തെ അവസ്ഥയാണ് അവർ കടന്നു പോകുന്നത്. അവരെ ഡാൻസൊക്കെ എടുത്തിടുന്നു. നൊന്തു പ്രസവിച്ച വയറിന് മക്കൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ കൊള്ളാം, സൂപ്പർ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.